തകർന്ന കടൽ ഭിത്തി പുനർനിർമ്മിക്കുമെന്ന് എം വിജിൻ MLA. കേട്ടത് ശരിയാണ്. ആരംഭ വർഷമായതിനാൽ വെള്ളൂർ വിദ്യാമന്ദിർ ITIയിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം പരമാവധി ഫീസ് ഇളവിൽ. വിദ്യാമന്ദിർ പ്രൈവറ്റ് ITI വെള്ളൂർ. മാട്ടൂൽ മാടായി പഞ്ചായത്തിലെ തകർന്ന കടൽഭിത്തി പുനരുദ്ധാരണ പ്രവർത്തിക്ക് പദ്ധതി തയ്യാറാക്കി ഫണ്ട് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് എം വിജിൻ MLA അറിയിച്ചു. മാട്ടൂൽ മാടായി തീരദേശത്ത് തകർന്ന കടൽഭിത്തി പുനരുദ്ധാരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പദ്ധതി തയ്യാറാക്കുന്നതിന് മുന്നോടിയായി എം വിജിൻ MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ തീരദേശ മേഖല സന്ദർശിച്ചു. നിലവിൽ മാടായി മാട്ടൂൽ ഗ്രാമപഞ്ചായത്തുകളിൽ 2850 മീറ്റർ തകർന്ന കടൽഭിത്തി പുനരുദ്ധാരണ പ്രവൃത്തിക്ക് സർക്കാർ 16 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. ഇതിൻ്റെ ഭാഗമായി 1400 മീറ്റർ പ്രവൃത്തി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും MLA പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലത്തിലെ കടലിനോട് ചേർന്ന പഞ്ചായത്തുകളായ മാട്ടൂൽ മാടായി കടൽ തീരത്ത് നേരത്തെ തന്നെ 16 കോടി രൂപ ചെലവഴിച്ച് കടൽ ഭിത്തിയുടെ നിർമ്മാണം നടന്നു വരികയാണ്. പക്ഷേ കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി ഈ 2 പഞ്ചായത്തുകളായി കടൽ ഭിത്തി പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രത്യേകമായ ഒരു പരിശോധന മാടായി പഞ്ചായത്തിൽ നീരൊഴുക്കുംചാൽ മുതൽ ചൂട്ടാട് വരെയുള്ള 1 കിലോമീറ്ററും അതോടൊപ്പം തന്നെ മാട്ടൂൽ പഞ്ചായത്തിൻ്റെ എൻഡിലുള്ള ഭാഗത്തുള്ള 200 മീറ്ററും പുതിയ പ്രപ്പോസലായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള സംഘമാണ് ഈ 2 സ്ഥലങ്ങളിലും പരിശോധന നടത്തിയത്. അടിയന്തരമായി തന്നെ ഇവിടെ ഒരു ഫണ്ട് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലുൾപ്പെടെ കയറി വരുന്ന സാഹചര്യം ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച കടൽഭിത്തി മഴ ശക്തി പ്രാപിക്കുകയും ഇതിൻ്റെ ഭാഗമായി കടലാക്രമണം കൂടിയതോടെ ചിലയിടങ്ങളിൽ തകർന്നിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കി തീർത്തത്. ഈ സാഹചര്യത്തിൽ തകർന്ന കടൽഭിത്തിയുടെ പുനരുദ്ധാരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സ്ഥലങ്ങൾ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ MLA പരിശോധിച്ചത്. ജനങ്ങളുടെ പ്രധാന ആവശ്യം പരിഗണിച്ച് അടിയന്തരമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അംഗീകാരത്തിന് സമർപ്പിക്കാൻ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. മാടായി പഞ്ചായത്തിലെ നീരൊഴുക്കുംചാൽ ബീച്ച് റോഡ്, ബാപ്പൂട്ടി കോർണർ, പുതിയങ്ങാടി വരെയും മാട്ടൂൽ സൗത്തിലും MLAയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. കടൽഭിത്തിയില്ലാത്ത ചൂട്ടാട് ബീച്ച്, പുതിയവളപ്പ് ഭാഗത്ത് കടൽഭിത്തി നിർമ്മിക്കുന്നതിന് 6 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകാരത്തിന് നേരത്തെ നൽകിയതായും MLA അറിയിച്ചു. MLAയോടൊപ്പം ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിമിൻ പ്രദീപ്, PV വേണുഗോപാലൻ, C പ്രകാശൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേട്ടത് ശരിയാണ്. ആരംഭ വർഷമായതിനാൽ വെള്ളൂർ വിദ്യാമന്ദിർ ITIയിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം പരമാവധി ഫീസ് ഇളവിൽ. പ്ലംബർ, ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകരും സുസജ്ജീകൃതമായ ക്ലാസ് മുറികളും. വിദ്യാമന്ദിർ പ്രൈവറ്റ് ITI വെള്ളൂർ.